മലയൻകീഴിലെ മുൻ എസ് ഐ സൈജു അദ്ദേഹം എറണാകുളത്ത് ആത്മഹത്യ ചെയ്തു. എറണാകുളത്ത് അംബേദ്കർ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തുള്ള ഒരു മരത്തിൻ്റെ കൊമ്പിലാണ് CI തൂങ്ങി നിൽക്കുന്നത്. ഈ സംഭവം തുടങ്ങുന്നത് 2019 അദ്ദേഹം മലയൻകീഴിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു സൈജു. ആ സമയത്ത് ഗൾഫിൽ നിന്ന് വന്ന ഒരു ലേഡി ഡോക്ടർ അവരുടെ വക കട ഒഴിപ്പിച്ച് കിട്ടാനായിട്ട് SIയെ സമീപിച്ചു. SI അവർക്കത് ഒഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവരുമായിട്ട് സൗഹൃദത്തിലായി, അവരുമായിട്ട് ബന്ധപ്പെട്ടു, അവരുമായിട്ട് കൂടുതലടുത്തു. അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ആ ബന്ധം തുടർന്നു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇയാൾ പതിവായി അവരുടെ വീട്ടിൽ വരുന്നു. അതിനുശേഷം 2022 അവരുടെ കൊല്ലത്തുള്ള അവരുടെ ബാങ്കിൽ കിടന്ന പണം അത് പള്ളിച്ചലിലെ ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന് സൈജു പറഞ്ഞു. അങ്ങനെ പള്ളിച്ചൽ ബാങ്കിൽ നിക്ഷേപിച്ചു. അതിന് നോമിനിയായിട്ട് CI സൈജുവിൻ്റെ പേര് വെച്ചു. അവർ ആ ബന്ധം തുടർന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവർ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റു ചില ബന്ധങ്ങളൂടെ ഉണ്ട്, അത് ഉപേക്ഷിക്കണം. ഡോക്ടറായ സ്ത്രീയുടെ ഭർത്താവ് SI ആയിട്ടുള്ള ബന്ധം തുടർന്നതിനാൽ ആ ബന്ധം ഉപേക്ഷിച്ച് അയാൾ പോയി. തുടർന്ന് ഇവർ CIയുടെ ഭാര്യയായിട്ടുള്ള ബന്ധം അത് ഒഴിപ്പിക്കണം എന്ന് നിർബന്ധം പിടിച്ചു. എങ്കിൽ മാത്രമേ താനുമായിട്ട് ഇനി ബന്ധപ്പെടുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവിടെ വന്നപ്പം അവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. തൻ്റെ സ്ത്രീയുമായിട്ടുള്ള മറ്റേ ബന്ധം കൂടി ഉപേക്ഷിക്കണം. പല സന്ദർഭത്തിൽ അതിന് ശേഷം സൈജു അവരെ വിളിച്ചു എന്ന് പറയുന്നു. അവർ ഫോൺ എടുത്തില്ല. അത് തമ്മിൽ വഴക്കായി. സൈജു അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു. പല സന്ദർഭത്തിൽ ഭീഷണിപ്പെടുത്തി അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ റൂറൽ SP പരാതി കൊടുത്തു. ആ പരാതിയിൽ കേസൊന്നും എടുത്തില്ല, നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് ഡോക്ടർ DGPക്ക് പരാതി കൊടുത്തു. DGPയുടെ പരാതിയിൽ ആദ്യം കേസെടുത്തില്ല എന്ന് പറയുന്നു, പിന്നീട് കേസെടുത്തു എന്ന് പറയുന്നു. എന്തായാലും ആ ആദ്യത്തെ കേസ്, റേപ്പ് കേസ്, അതിന് ജാമ്യം എടുത്തു. ആ ജാമ്യത്തിന് കോടതിയിൽ ഹാജരാക്കിയത് കളവായ ചില ജാമ്യരേഖകളായിരുന്നു. ഹൈക്കോടതിയിൽ അത് കളവായ റെക്കോർഡിൻ്റെ പുറത്താണ് ജാമ്യം ലഭിച്ചതെന്ന് ഹൈക്കോടതി കണ്ടെത്തി. കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ജാമ്യം റദ്ദ് ചെയ്തു. ഡോക്ടറായ സ്ത്രീ ഇയാളുടെ ഭീഷണി കാരണം അവർക്ക് പ്രഷർ കൂടി, അവർ കിടപ്പായി, അസുഖബാധിതയായി. അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു. അവരുടെ ഇപ്പം ഭർത്താവില്ല. അതേസമയത്ത് സൈജുയുടെ പരാതി പോലീസിന് ലഭിച്ചു. ഇവർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും അവർക്ക് കോമ്പൻസേഷൻ പൈസ കൊടുക്കണമെന്നും അങ്ങനെ അവരും അവരുടെ കൂടെ പലരും ഇയാളെ CI ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഏതായാലും CI SI ആയിരുന്ന കാലഘട്ടത്തിലെ ഈ പ്രശ്നം CI ആയി കഴിഞ്ഞപ്പോൾ അയാളെ ട്രാൻസ്ഫർ ചെയ്തു ആ ഭാഗത്തുനിന്ന് എറണാകുളത്തായി. അയാളും ഭാര്യയും അയാളുടെ സ്വന്തം ഭാര്യയുമായി പരാതി കൊടുത്തു. ഭർത്താവും ഈ ഡോക്ടറും വളരെ സൗഹൃദത്തിലായിരുന്നു. ഭർത്താവിൻ്റെ സൗഹൃദത്തിനൊപ്പം ആ സ്ത്രീ മാത്രമല്ല, ആ സ്ത്രീയുടെ ഭർത്താവും, ഡോക്ടറുടെ ഭർത്താവും, അവരും തൻ്റെ ഭർത്താവുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു. ആ പരാതി അവർ ട്വിസ്റ്റ് ചെയ്തതാണ്. അവർ മോശക്കാരിയായ സ്ത്രീയായിരുന്നു എന്ന് സൈജു, താൻ അതിന് വഴിപ്പെട്ടില്ല, വഴങ്ങിയില്ല എന്ന്. എന്തായാലും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇയാളുടെ വ്യാജരേഖ സമർപ്പിച്ച ജാമ്യം അതങ്ങ് റദ്ദ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് വന്നു. ഹെൽപ്ലെസ്സായി.
അധികാരം എന്തോ ഉണ്ടെങ്കിലും എസ് ഐ ആയാലും സി ആയാലും പോലീസ് ഓഫീസറായാലും ശരി, പരിധി വിട്ട് പോകരുത് ഒരു മനുഷ്യനും. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പം നടന്നത്. അധികാരമുണ്ടെന്ന് വിചാരിച്ച് കാണുന്നവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കരുത്. പലരും പോലീസ് സ്റ്റേഷനിൽ വരും, നിങ്ങളെ വിശ്വസിച്ചാണ് വരുന്നത്. പോലീസ് ഓഫീസേഴ്സിനെ വിശ്വസിച്ചും അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കേണ്ടത്. അവരുമായിട്ട് കൂടുതലെടുത്തു, അവരുടെ കുടുംബമായിട്ടെടുത്തു, പുതിയ ബന്ധങ്ങളുണ്ടായി. ജീവിതം പിടിവിട്ടാതെ പോകുന്ന കാഴ്ച നമുക്ക് ഇതിനകത്ത് കാണാം. ഏതായാലും വനിതാ ഡോക്ടറുടെ ആ ബന്ധപ്പിടിയിൽ അവർ ഒന്നിച്ച് താമസിച്ചതായിട്ടും പറയുന്നുണ്ട്. ഭാര്യയുള്ള ഒരു CI, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധത്തിന് പോകാൻ പാടില്ല. 2 കുടുംബങ്ങൾ തകർന്നു. ഇപ്പം എറണാകുളത്ത് ഹൈക്കോടതി ജാമ്യം ക്യാൻസൽ ചെയ്തു എന്നറിഞ്ഞപ്പം അദ്ദേഹം നിരാശപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിടിയെല്ലാം അയഞ്ഞു. തൻ്റെ ബുദ്ധിയും തൻ്റെ അധികാരവും എല്ലാം പോയി. താൻ ഒരു കേസിലെ പ്രതിയായി റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ക്രൈംബ്രാഞ്ച് ഇയാളെ റേപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. കാരണം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്ന് ആ ജാമ്യം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രൈംബ്രാഞ്ചിനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. വഴിവിട്ടുപോയി ജീവിതം. അധികാരം കിട്ടും തോറും അതുപയോഗിച്ച് തൻ്റെ സ്വന്തമായ മേഖലകൾ നേടിയെടുക്കാൻ പലരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നത് നമുക്കറിയാം. ഏകദേശം 59 പേരോളം വഴിവിട്ട ജീവിതം നയിച്ചവരും അവരൊക്കെ ഗുണ്ടകളുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പണം കൊണ്ട് ജീവിച്ച് ഏകദേശം 59 പേരുടെ ലിസ്റ്റ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതിൽ 2 DYSമാരെയും 22 SI CI പോലീസുകാരെയും പിരിച്ചുവിട്ട് കഴിഞ്ഞു. എന്നിട്ടും ഒരു പാഠമാകാതെ ആൾക്കാർ പോവുകയാണ്. പോലീസ് ഓഫീസേഴ്സും എല്ലാവരും ശ്രദ്ധിക്കണം. പോലീസിലുള്ളവർ നിങ്ങളെ പ്രതീക്ഷിച്ചും നിങ്ങളെ ആശ്രയിച്ചുമാണ് പൊതുജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. അവർ പലതരത്തിൽ നിങ്ങളോട് അടുക്കും, പണം തന്നും അടുക്കാൻ ശ്രമിക്കും. അവർ സ്വയം കാഴ്ചവെച്ചും നിങ്ങളുടെ മുമ്പിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് അവസരം വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. ഇതൊന്നും ഒരു നല്ല പോലീസ് ഓഫീസർക്ക് പറ്റിയ ജോലിയല്ല, അവരെ പറ്റിയ പണിയുമല്ല. അങ്ങനെയല്ല അത് ചെയ്യുന്നത്. ധാരാളം ആൾക്കാർ അവരുടെ അവശതയിലെ, അവരുടെ ബുദ്ധിമുട്ടിലെ, അവരുടെ പ്രയാസത്തിലെ, അവരെ ഭീഷണിപ്പെടുത്തിയതിനെ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കും. അവർ വന്ന കാര്യത്തിന് അവരോട് സ്നേഹത്തോടെ പെരുമാറി അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക. അവരുമായിട്ട് അധികം അടുക്കാൻ പോയി അവരുടെ കുടുംബകാര്യങ്ങൾ ഇടപെടുക, മറ്റു പല ബന്ധങ്ങൾ രൂപീകരിക്കുക, അതിനുശേഷം കേസിനകത്തോട്ട് പെടുക്കുക, സ്വയം ജീവിതം ഹനിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സൈജുവിൻ്റെ ആ ആത്മഹത്യയിൽ നമുക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ടാവും. തീർച്ചയായിട്ടും മറ്റൊരു ഡോക്ടർക്കും ഇതേ അവസ്ഥ വന്നു. അവരെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ എത്ര 3-4 കുടുംബങ്ങളാണ് വിഷമിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തികളും ഇതുപോലെ വളരെ കൈവിട്ടു പോയാൽ കാര്യങ്ങൾ ജീവിതം അവസാനിക്കേണ്ടി വരും. ഒരു മനുഷ്യന് സഹായിക്കാനുണ്ടാവില്ല. തനിക്ക് ജാമ്യം ലഭിച്ചിരുന്ന ആ ജാമ്യം പോയി റിമാൻഡിലേക്ക് പോവുകയാണ്. പോലീസിൽ SI ആയിട്ടിരുന്നു, സബ് ഇൻസ്പെക്ടറായിട്ടിരുന്നു, സർക്കിൾ ഇൻസ്പെക്ടറായിട്ടിരുന്നു വളരെയധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡ് ചെയ്യുകയും അവരെയൊക്കെ നല്ല തല്ലുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സ്വയം നമ്മൾ കുഴിയിലേക്ക് വീഴുന്നത് കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഏതായാലും സൈജു ഇന്നലെ എറണാകുളത്ത് ആത്മഹത്യ ചെയ്തു. നിയമപരമായ പോരാട്ടത്തിൽ തന്നെ അയാൾ പോകണമായിരുന്നു. പോലീസിൽ ഇതുപോലെയുള്ള വലിയധികം പ്രശ്നങ്ങൾ ഓരോ വ്യക്തികൾക്കുണ്ടാവും. അവ സധൈര്യം നേരിടണം, ദുർബലനാകരുത്. കാരണം മാതൃക കാണിക്കേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക്. ഇവിടെ ആ ധൈര്യം ചോർന്നു, നിയമപരമായ പോരാട്ടം ചോർന്നു. അദ്ദേഹം ഹതാശയനായി, നിരാശപ്പെട്ട് അദ്ദേഹം വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. എറണാകുളത്ത് അംബേദ്കർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒരു മരത്തിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു.